ജിജി എബ്രഹാം ഇന്ന് ഡീക്കൻ കക്കീഷുമായിട്ടുള്ള ലൈവ് അല്ല, അത് നാളെയാണ്. നാളെ രാത്രിയിലാണ് ഡീക്കൻ കക്കീഷുമായിട്ടുള്ള ലൈവ്. താങ്ക് യു ഫോർ ജോയിനിങ് ജിബി തോമസ്. ഇല്ല, കമന്റ് ഒന്നും ടേൺ ഓഫ് ചെയ്തിട്ടില്ല. കമന്റ് ആണല്ലോ വന്നത്, പിന്നെന്താ? നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈദ് ഹോളിഡേസ് ആണ്. ജിജി എബ്രഹാമിന് ഡേറ്റ് തെറ്റിയതാണ്. നാളെയാണ് നമ്മുടെ ലൈവ്. ബിഷപ്പ് മാത്യൂസ് മോർ സിൽവാനോസ്, ലിജു തോമസ്. അപ്പം ഞാൻ ഓർത്തഡോക്സിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആളുകൾക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തഡോക്സിയും കാത്തോലിസിസവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ സംസാരിച്ചിരുന്നു. ധാരാളം ആളുകൾ ഇത് ഒന്നാണെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഓർത്തഡോക്സി? പല പ്രാവശ്യം പറഞ്ഞ പോലെ ഓർത്തോഡോക്സ, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം എന്ന് പണ്ട് മലയാളത്തിൽ പറയുമായിരുന്നു. അതിന്റെ ടൈം അറിയിക്കാം ലിജു തോമസ്. അത് ഹൈമെന്യൂത്തോ എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഹൈമെന്യൂത്തോ എന്ന് സെർച്ച് ചെയ്താൽ അതിനകത്ത് കാണാം. അതിനകത്ത് ആഡ് കൊടുത്തിട്ടുണ്ട്. രാത്രി 8-നാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ജിജി എബ്രഹാം നോക്കിയിട്ട് ഇപ്പോൾ കമന്റ് ഇടും ടൈം. ഞാൻ സമയം കൃത്യം ഓർക്കുന്നില്ല. സുനിൽ കോശി മാത്യൂസ്, ബിഷപ്പ് സുജിത് ജെയിംസ് എബ്രഹാം. താങ്ക് യു എവരി വൺ. ഇപ്പൊ വാട്ട് ഈസ് ഓർത്തഡോക്സി എന്നുള്ളതാണ്. ഓർത്തഡോക്സി എന്നാൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ നിന്ന് ഉപദേശങ്ങളെ നേരിട്ട് പ്രാപിച്ച രണ്ടാം തലമുറ സഭയുടെ നേതൃത്വത്തെയാണ് ചർച്ച് ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്ന് വിളിക്കുവരെ. അപ്പോസ്തോലിക പിതാക്കന്മാർ, അതായത് സഭാപിതാക്കന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ഇടയ്ക്ക് ഒരു ക്രീമി ലെയറായിട്ട് ചർച്ച് ഫാദേഴ്സിനും അപ്പോസ്തലൻസിനും ഇടയ്ക്ക് ഒരു ക്രീമി ലെയറായിട്ട് അപ്പോസ്തോലിക് ഫാദേഴ്സ്. ടെക്നിക്കലി അതിന് വ്യത്യാസമൊന്നുമില്ല. ദേ ഓൾസോ ബിലോങ് ടു ദ ചർച്ച് ഫാദേഴ്സ്. അവർ ചർച്ച് ഫാദേഴ്സ് തന്നെയാണ്. ചില ആളുകൾ അവരെ അങ്ങനെ അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്ന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ അതിലൊരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാം സഭാപിതാക്കന്മാരാണ്. അപ്പൊ അങ്ങനെ അപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് ലഭിച്ച ആ ഉപദേശത്തെ കാത്ത് സൂക്ഷിച്ച് പരിരക്ഷിച്ച് മുൻപോട്ട് പോകുന്ന സഭാ വിഭാഗത്തെയാണ് ഈ ഓർത്തഡോക്സി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട് ഓർത്തഡോക്സിയെ കുറിച്ച്. അപ്പൊ പ്രധാനമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ്, അപ്പോസ്തലന്മാർ ഇങ്ങനെയായിരുന്നോ? അപ്പോസ്തലന്മാർ ഇതാണോ വിശ്വസിച്ചിരുന്നത്? ധാരാളം എതിർവാദങ്ങളുണ്ടാകും. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ നിന്ന് ഈ ഉപദേശങ്ങളെ പ്രാപിച്ച അപ്പോസ്തോലിക പിതാക്കന്മാർ, ആ അപ്പോസ്തോലിക പിതാക്കന്മാര് ഇപ്പൊ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, ഇപ്പൊ അന്ത്യോക്കയിലെ ഇഗ്നാത്തിയോസ്, അല്ലെ അന്ത്യോക്കയിലെ മൂന്നാം പാത്രിയർക്കീസ് എന്ന് വിളിക്കപ്പെടുന്ന ഇഗ്നാത്തിയോസ് ന്യൂറോനോ, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം ജീവനെ കർത്താവിന് വേണ്ടി കൊടുക്കുകയായിരുന്നു. റോമ ഗവൺമെന്റിൽ സ്വാധീനമുള്ള ചില ആളുകൾ ഇടപെട്ട് തന്റെ വധശിക്ഷ റദ്ദാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞ പരിഭ്രാന്തിയിൽ അദ്ദേഹം എഴുതിയ കത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കത്തെഴുതുകയാണ്, നിങ്ങൾ ദയവേത് അങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കരുത്, കാരണം ഞാൻ എങ്ങനെയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഒന്ന് മരിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുക. അപ്പം
നിങ്ങൾ എൻ്റെ വധശിക്ഷ റദ്ദാക്കരുതെന്ന് അവർക്ക് കത്തയച്ച ഒരു പിതാവാണ്. അപ്പൊ തൻ്റെ വധശിക്ഷ റദ്ദാക്കരുത് എന്ന് കത്തയച്ച ഒരു പിതാവ് അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ വെള്ളം ചേർത്തു അല്ലെങ്കിൽ മായം കലർത്തി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇന്നത്തെ ആധുനിക പെന്റക്കോസ്റ്റൽ പ്രസംഗകർ അല്ലെങ്കിൽ പെന്റക്കോസ്റ്റൽ താർക്കികന്മാർ ഉന്നയിക്കുന്നു. അപ്പൊ അത് എത്ര അസംബന്ധമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. കാരണം ഒരു എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഇഗ്നേഷ്യസ് ന്യൂറോനോ അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് തയോഫിറോസ്, അദ്ദേഹം എന്തിനാണ് അപ്പോസ്തോലിക ഉപദേശത്തിൽ വെള്ളം കലർത്തുന്നത്? കാരണം ക്രിസ്തുവിന് വേണ്ടിയും അപ്പോസ്തലന്മാർ ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടിയും ജീവിച്ച് അവന് വേണ്ടി രക്തസാക്ഷിയാകുകയാണ്. അത് അബദ്ധത്തിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ആരും വന്ന് തീ വെച്ച് കൊന്നൊന്നുമല്ല, വിൽഫുള്ളി പോവുകയാണ്. താൻ റോമിലേക്ക് രക്തസാക്ഷിയാകാൻ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത് കൊല്ലപ്പെടും എന്നറിഞ്ഞ് ആ യാത്രാമധ്യേ റോമിൽ ഗവൺമെന്റിൽ സ്വാധീനമുള്ള ക്രൈസ്തവരിൽ ചിലർ തന്റെ വധശിക്ഷ റദ്ദാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള അറിവ് കിട്ടിയിട്ട് അവർക്ക് കത്തയക്കുകയാണ്, നിങ്ങൾ അങ്ങനെ എന്റെ വധശിക്ഷ റദ്ദാക്കരുത്, ഞാൻ കർത്താവിന് വേണ്ടി ഒരു ഗോതമ്പ് മണിയായി പൊടിഞ്ഞു തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ എഴുതിയ ഒരു പിതാവ് എന്തിനാണ് ഉപദേശം തിരുത്തുന്നത്? ഒരിക്കലും ആ ഒരു പിതാവ് ഉപദേശം തിരുത്തത്തില്ല. ഇനി അടുത്ത നിരയിലേക്ക് നിങ്ങൾ നോക്കുക, അതിന്റെ അടുത്ത നിരയിലേക്ക് നോക്കുക. അവരൊക്കെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടവരല്ല. നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രം സഹിച്ചവർ, ജീവൻ ത്യജിച്ചവർ. അതായിരുന്നു സ്ഥിതി. 3 നൂറ്റാണ്ടുകൾ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നു. 3 നൂറ്റാണ്ടുകൾ. 4-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു കിട്ടുന്നത്. അപ്പൊ 4-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ തന്നെ വിശ്വാസം ക്രോഡീകരിക്കപ്പെട്ടു. ആ സമയത്ത് തന്നെ ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പോസ്തലന്മാരിൽ നിന്ന് തങ്ങൾക്ക് പകർന്നു കിട്ടിയ യഥാർത്ഥ സത്യോപദേശം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, അതിനെ ഉറപ്പിക്കുവാൻ, അതിനെ തലമുറകൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുവാനാണ് സുന്നഹദോസുകൾ കൂടിയത്. അതിനാണ് ഒന്നാമത്തെ സുന്നഹദോസ് നിക്കയായി കൂടുന്നത്. അതിനു മുമ്പ് തന്നെ പ്രാദേശിക സുന്നഹദോസുകൾ ധാരാളം കൂടിയിരുന്നു. അപ്പോൾ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ അവർ ആ സത്യവിശ്വാസത്തെ സൂക്ഷിച്ചു. അവർ സത്യവിശ്വാസത്തെ ആണ് സൂക്ഷിച്ചത് എന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് അവരുടെ ലൈഫ് പഠിച്ചാൽ മതി. അവരിലാരും സ്വിസ് ബാങ്കിൽ പണം ഇട്ടിട്ടില്ല. അവരിലാരും കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കാൻ പോയിട്ടില്ല. അവരെല്ലാം തന്നെ ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. ജീവനും ജീവിതവും ഹോമിച്ചവരാണ്. അപ്പൊ അവരെ പറ്റിയാണ് ഈ ആരോപണം പറയുന്നത്. അവർ ഇതിനെ തിരുത്തി, അത് അവരതിനെ കോട്ടിമാറ്റി. പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ ഇഗ്നേഷ്യസ് ന്യൂറോനോയെ കുറിച്ച് പറഞ്ഞു. ഇഗ്നേഷ്യസ് ന്യൂറോനോ യോഹന്നാന്റെ നേർശിഷ്യനായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാന്റെ നേർശിഷ്യനായിരുന്നു. കർത്താവ് ഈശോ മിശിഹ നേരിട്ട് അനുഗ്രഹിച്ച ശിശുക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. അത്രമാത്രം ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഈ ഇഗ്നേഷ്യസ് ന്യൂറോനോയുടെ കത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഗൂഗിളിൽ പോയി 7 ലെറ്റേഴ്സ് ഓഫ് ഇഗ്നേഷ്യസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 7 കത്തും കിട്ടും. അദ്ദേഹത്തിൻ്റെതായ 7 എഴുത്തുകൾ, 7 ലേഖനങ്ങൾ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ PDF ഒക്കെ കിട്ടും. വായിച്ചു നോക്കുക. പൗലോസിലെ എഴുതിയിരിക്കുന്ന അതേ എഴുതിയ കത്തുകളുണ്ട്. അപ്പൊ അതിനകത്ത് പൗരോഹിത്യത്തിന് 3 തലമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷെമാശന്മാർ, കശീശാമാർ, ബിഷോപ്പുമാർ, മേൽപ്പെട്ട സ്ഥാനികൾ. അപ്പൊ ഇന്ന് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന പൗരോഹിത്യ ശ്രേണി സമ്പ്രദായം അതേപടി 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് ഇഗ്നേഷ്യസ് ന്യൂറോനോയുടെ ലേഖനത്തിലുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ പെന്റക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഞാൻ പെന്റക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് പ്രസംഗിച്ചോണ്ട് എന്റെ പ്രസംഗം പഴയ ടേപ്പൊക്കെ ഇപ്പോഴും
ഈ ഓൺലൈനിൽ കാണാം. ഞാൻ വളരെ ശക്തമായി പൗരോഹിത്യത്തെ എതിർത്തിട്ടുള്ളതാണ്. പക്ഷെ സത്യസന്ധമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പറയും പൗരോഹിത്യം ഇല്ല, എല്ലാവരും പുരോഹിതന്മാരാണ്, ഒറ്റ പൗരോഹിത്യമേ ഉള്ളൂ, രാജകീയ പുരോഹിത വർഗമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയിൽ പൗരോഹിത്യ ശ്രേണി സമ്പ്രദായത്തിൽ ഒരു ത്രിതല സംവിധാനം, അല്ലെ ഒരു ത്രിതല പൗരോഹിത്യ ശ്രേണി വ്യവസ്ഥ 1-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നു. അപ്പോ ഷമ്മാശന്മാർ, കശീശന്മാർ, ബിഷപ്പുമാർ, ഇങ്ങനെ 3 സ്ഥാനങ്ങളുണ്ടായിരുന്നു. 3 സ്ഥാനങ്ങളുണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് ഇഗ്നേഷ്യസ് പിതാവിന്റെ കത്തുകളിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇഗ്നേഷ്യസ് പിതാവിനെ അവിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം ഇങ്ങനെ 3 തലങ്ങളിൽ നമുക്ക് ഉണ്ടാക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്, അന്ന് നിലവിലിരിക്കുന്ന ഒരു കാര്യത്തെ പരാമർശിച്ച് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പൗരോഹിത്യ സംവിധാനം ആദിമ സഭ മുതൽ ഉണ്ടായിരുന്നതാണെന്നും അതിന് 3 തലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കുമ്പം അതിനകത്തൊരിക്കലും വെള്ളം കലർത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഓർത്തഡോക്സിയെ പറ്റി പറയുമ്പോൾ പിന്നെ ഏറ്റവും വലിയൊരു ആരോപണം, ഓർത്തഡോക്സിയെ പറ്റി എന്നെ പറ്റി എനിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം, അപ്പൊ വ്യക്തിപരമായിട്ട് എടുത്താൽ മതി. പക്ഷെ ഞാൻ ഈ ഓർത്തഡോക്സിയെ പറ്റി പറയുമ്പോൾ കേൾവിക്കാർക്ക് സംശയം വരാതിരിക്കാൻ ഏറ്റവും വലിയൊരു ചിന്തയാണ് ഓർത്തഡോക്സി ഈ ബൈബിളിന് എതിരാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. കാരണം ബൈബിളും സഭയും ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു തെറ്റായ ചിന്തയാണ്. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ബൈബിളിനെ വളരെ സ്ഥാനമുണ്ട്. തിരുവെഴുത്തുകൾക്ക് സഭയുടെ ഒരു പാരമ്പര്യമാണ് ഈ ബൈബിളിനെ രൂപപ്പെടുത്തിയത് എന്ന് പറയാം. അതായത് കർത്താവ് ഈശോ മിശിഹ ഭൂമിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ ഒരു പുസ്തകം തയ്യാറാക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ തിരുവെഴുത്തുകളെ സൂക്ഷിക്കുന്നത് യഹൂദന്മാരുടെ ഒരു പാരമ്പര്യമായിരുന്നു. ആ യഹൂദ പാരമ്പര്യത്തിൽ ഞാൻ പറഞ്ഞ ജൂവിഷ് ബാക്ക്ഡ്രോപ്പിലാണ് ഈ ക്രിസ്ത്യൻ ചർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യമാണ് ഈ തിരുവെഴുത്തുകളെ സൂക്ഷിച്ചു വെച്ചത്. അതാണ് അതിന്റെ വസ്തുത. അപ്പൊ അപ്പോസ്തലന്മാരുടെ കത്തുകൾ മാത്രമല്ല, അപ്പോസ്തോലിക് ഫാദേഴ്സിന്റെയും ചർച്ച് ഫാദേഴ്സിന്റെയും ഒക്കെ കത്തുകൾ സഭ സൂക്ഷിച്ചു. അതെങ്ങനെയാണ് സഭ അത് സൂക്ഷിച്ചത്? കാരണം വിശുദ്ധന്മാരെ ബഹുമാനിക്കുക ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ആ കത്തുകളെ സൂക്ഷിച്ചത്. ഇപ്പോ അതേ പാരമ്പര്യം ഇന്നും സഭയിലുണ്ടെന്നുള്ളതാണ്. പെന്തക്കോസ്റ്റിൽ തീരെ ബഹുമാനമില്ല ആർക്കും. ഏറ്റവും വലിയ പാസ്റ്റർ പോലും ബഹുമാനിക്കത്തില്ല. ഒരു പാസ്റ്റർ ഒരു കത്തയച്ചാൽ ആ കത്തിനെ ബഹുമാനിക്കുമോ? ഒരു പാസ്റ്റർ ഒരു കത്തയച്ചാൽ ആ കത്തിനെ ബഹുമാനിക്കുമോ? പക്ഷെ ഇന്ന് ഓർത്തഡോക്സിലെ ഒരു ബാവാ തിരുമേനിയുടെ കൽപ്പന വന്നാൽ ആ കൽപ്പനയെ പൊതുജനങ്ങളുടെ മുമ്പിൽ വായിക്കുമ്പോൾ അവർ മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ഭക്തി ആദരവുകളോടെയാണ് അത് വായിക്കുന്നത്. അത് ഓർത്തഡോക്സിയാണ്. പെന്തക്കോസ്ത് സഭയിലേക്ക് ഒരു കത്ത് വരിക, പെന്തക്കോസ്ത് സഭയുടെ പ്രസിഡന്റിന്റെ. പെന്തക്കോസ്തുകാർ എല്ലാവരും സഭ ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ ആ പ്രസിഡന്റിന്റെ കത്ത് വായിക്കുമോ? വായിക്കത്തില്ല. അങ്ങനെ ഒരു പാരമ്പര്യം പെന്തക്കോസ്തിലില്ല. പക്ഷെ ഓർത്തഡോക്സ് സഭയ്ക്ക് ആ പാരമ്പര്യമുണ്ട്. ഓർത്തഡോക്സ് സഭയ്ക്കുള്ള പാരമ്പര്യം ബിഷപ്പിന്റെ കൽപ്പന വന്നാൽ ആ കൽപ്പന മെഴുകുതിരി കത്തിച്ച് പിടിച്ച് വായിക്കും.
ആ പാരമ്പര്യം നമ്മൾ നേരെ പുറകോട്ട് പോയാൽ, ആ പാരമ്പര്യത്തിലൂടെ നമ്മൾ പുറകോട്ട് പോയാൽ അങ്ങനെ പുറകോട്ട് നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ ആ സഭയ്ക്ക് കിട്ടിയ അനേക കൽപ്പനകളുടെ ആ ശ്രേണിയിലൂടെ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ചെല്ലുമ്പം ആ സഭ സ്വീകരിച്ചതായിട്ട് നിങ്ങൾക്ക് അത്താനാസ്യോസിന്റെ കത്ത് കാണാം, ബെസേലിയോസിന്റെ കത്ത് കാണാം, ഗ്രിഗോറിയോസിന്റെ കത്ത് കാണാം, അങ്ങനെ പല പല സഭാപിതാക്കന്മാരുടെ കത്ത് കാണാം. അവസാനം പിന്നെ പുറകോട്ട് ചെല്ലുമ്പോൾ ഇഗ്നേഷ്യസിന്റെ കത്ത് കാണാം. വീണ്ടും പുറകോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പത്രോസ് ലീഹായുടെ കത്ത് കാണാം, പൗലൂസ് ലീഹായുടെ കത്ത് കാണാം. ഓർത്തഡോക്സ് സഭ കാലാകാലങ്ങളിൽ അതിന്റെ പിതാക്കന്മാരിൽ നിന്ന് സ്വീകരിച്ച കൽപ്പനകളുടെ ഒരു വലിയ ശേഖരമുണ്ട്. ആ കൽപ്പനകളുടെ ശേഖരത്തിലൂടെ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ആ കൽപ്പനകളുടെ ലൈബ്രറിയിലൂടെ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ, ആ സഞ്ചരിച്ചെത്തുന്ന അവസാനം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും യൂഹാനോൻ ശ്ലീഹായുടെ ഒരു കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊരു പാരമ്പര്യമാണ്. അപ്പൊ കൽപ്പനകളുടെ ഒരു സഞ്ചയം ഓർത്തഡോക്സിയിലുണ്ട്. ഇന്നും ഓർത്തഡോക്സ് സഭ പിതാക്കന്മാരുടെ കത്തുകൾക്ക് ആ ബഹുമാനം കൊടുക്കുന്നു. ഇന്നും അധ്യക്ഷന്റെ കത്തിനെ മെഴുകുതിരി വെളിച്ചത്തിൽ വായിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഈ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം പൗലൂസ് ലീഹ വിശദീകരിക്കുന്നുണ്ട്. പൗലൂസ് ലീഹ പറയാണ്, തെസലോനിക്കക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ വചനം കേവലം മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. ഞങ്ങളുടെ വചനം കേവലം മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ പൗലൂസ് ലീഹ എഴുതിയ കത്ത് തെസലോനിക്കക്കാർക്ക് കിട്ടിയപ്പോൾ തെസലോനിക്കക്കാർ ഭക്തി ആദരവുകളോടെ അത് ഏറ്റുവാങ്ങി. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് കൽപ്പനകളെ എത്ര ആദരവോടുകൂടെ ഇസ്രായേൽ ജനം സ്വീകരിച്ചോ അതേ ആദരവോടെ പൗലൂസിന്റെ കത്തിനെ ഈ ഓർത്തഡോക്സ് സഭ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ആ പാരമ്പര്യം ഇന്നും ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. കാരണം ഓർത്തഡോക്സ് സഭയുടെ മേൽപ്പെട്ടക്കാരന്റെ കൽപ്പന വന്നാൽ അവർ മെഴുകുതിരി കത്തിച്ച് ഭക്തി ആദരവുകളോടെ അത് വായിക്കുന്നു. ദാറ്റ് ഈസ് ഓർത്തഡോക്സി. അപ്പൊ ആ ഓർത്തഡോക്സിയിൽ നിന്നാണ് നമുക്ക് ഈ ബൈബിള് കിട്ടിയത്. 1-ാം നൂറ്റാണ്ടിൽ ഓർത്തഡോക്സ് സഭ അല്ലായിരുന്നു, പെന്തക്കോസ്ത് സഭയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പൗലൂസിന്റെ കത്തുകൾ വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി കളഞ്ഞേനെ. പൗലൂസിന്റെ കത്തുകൾ വായിച്ചിട്ട് ചുരുട്ടിക്കൂട്ടി കളഞ്ഞേനെ. അതാണ് അതിന്റെ കളി. അത് ഓർത്തഡോക്സ്. നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം, നയവാൻമാർ പുണ്യപേട്ടോ ഉന്നീച്ചേകുമവർക്കാശ്വാസം സ്വർഗേ പുത്രൻ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ 1-ാം നൂറ്റാണ്ടിലെ സഭ ഓർത്തഡോക്സ് സഭയായിരുന്നു. അതിന്റെ തെളിവാണ് പൗലൂസ് ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ വചനം ദൈവവചനമായതുപോലെ നിങ്ങൾ സ്വീകരിച്ചു, ഞങ്ങളുടെ കത്തുകളെ വിശുദ്ധ തിരുശേഷിപ്പുകൾ എന്ന പോലെ സംരക്ഷിച്ചു.
അപ്പൊ അപ്പോസ്തലന്മാരുടെയും അപ്പോസ്തലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും കത്തുകളെ ദൈവത്തിന്റെ വചനം പോലെ തന്നെ സ്വീകരിക്കുകയും ദൈവത്തിന്റെ ദാസന്മാരിൽ നിന്നുള്ള ആ വിശേഷ ലിഖിതങ്ങളെ വിശുദ്ധ തിരുശേഷിപ്പുകൾ എന്നതുപോലെ പ്രാണൻ കൊടുത്തും സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ബൈബിൾ കിട്ടിയത്. നമ്മളത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ആ തിരുവെഴുത്തുകളെ സംരക്ഷിച്ച സഭയെക്കുറിച്ചാണ് ആക്ഷേപം പറയുന്നത്. അവർ ബൈബിളിനെതിരാണ്, തിരുവെഴുത്തുകൾക്കെതിരാണ്. ഇന്നും ഓർത്തഡോക്സിയിൽ പൗലോസ്ലീഹായുടെ ഒരു ലേഖനം വായിക്കണമെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചു പിടിച്ചാണ് വായിക്കുന്നത്. ട്രഡീഷനാണ്. ഏവെങ്കിലും വായിക്കുമ്പോൾ 2 മെഴുകുതിരി കത്തിച്ചു പിടിച്ചാണ് വായിക്കുന്നത്. ഓർത്തഡോക്സിയിൽ പട്ടക്കാർക്ക് പോലും ഒരു ഇരിപ്പിടമില്ലാത്ത മധുബഹായിൽ ഒരു ഇരിപ്പിടമുണ്ടെങ്കിൽ അത് വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് മാത്രമാണ്, ഏവെങ്കിലും മാത്രമാണ് ഒരു പീഠത്തിൽ വെക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അല്പം ഇളവുകളുണ്ട്. ചിലര് മദ്ബഹായിലൊക്കെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ഇല്ല. അപ്പൊ അപ്പോഴും ഏറ്റവും പ്രധാന ത്രോണോസിൽ ചേർത്ത് അത്രമാത്രം പൂജനീയമായിട്ട് ഇതിനെ ആദരിക്കുകയാണ്. അപ്പോൾ ആ ഓർത്തഡോക്സിയുടെ ഒരു റിസൾട്ടാണ് നമുക്ക് തിരുവെഴുത്തുകളെ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഈ ഓർത്തഡോക്സ് സഭ സംരക്ഷിച്ചിരിക്കുന്ന ഈ അപ്പോസ്തലിക പിതാക്കന്മാരുടെ എഴുത്തുകളുണ്ട്, ബൈബിൾ അല്ലാത്തുള്ള മറ്റ് എഴുത്തുകൾ. ആ എഴുത്തുകളിൽ നിന്ന് പുതിയ നിയമത്തിന്റെ 47% റിട്രീവ് ചെയ്യാൻ പറ്റും. 47% സഭയുടെ ഉപദേശങ്ങൾ വെരി മച്ച് റൂട്ടഡ് ഇൻ സ്ക്രിപ്റ്റേഴ്സ്, തിരുവെഴുത്തുകളിൽ വേരൂന്നിയിട്ടുള്ളതാണ്. തിരുവെഴുത്തുകളുമായിട്ട് അത്രമാത്രം ഇഴവിരിഞ്ഞ് നിൽക്കുന്ന ഉപദേശമാണ് ഉള്ളത്. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഒന്നാമത് പറയുന്നത് സ്ക്രിപ്റ്റേഴ്സ്. ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ നമ്പർ 1 സ്ക്രിപ്റ്റേഴ്സ്. കാരണം സ്ക്രിപ്ചർ ഓർത്തഡോക്സിയുടെ സംഭാവനയാണ്. മനുഷ്യവർഗത്തിന് ഈ സ്ക്രിപ്ചർ കിട്ടിയെങ്കിൽ അത് ഓർത്തഡോക്സിയാണ്. കാരണം തിരുശേഷിപ്പുകളെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. ഇപ്പൊ ഈ ഇതിനകത്ത് മഹദിയാം ബാബിലോൺ എന്ന പുസ്തകത്തിനകത്ത് കെ.ഇ. അബ്രഹാം എഴുതിയിരിക്കുകയാണ്, എവിടെയോ ഒരു ബുദ്ധന്റെ പല്ലുണ്ട്, പിന്നെ വേറെ ആരാണ്ട് അത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ജാതീയമായ ഒരു കാര്യമാണ് ഈ തിരുശേഷിപ്പുകളെ സൂക്ഷിക്കുക എന്ന് അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വായിച്ചത് ആ ഭാഗം. വളരെ വികലമായിരിക്കുന്ന, നിങ്ങൾ വായിക്കണം, ഇതൊരു കോമഡി ആയിട്ട് വായിക്കാം. ഇന്നിപ്പം IPC-ക്കാർ പോലും ഇത് വായിച്ചാൽ ചിരിക്കും. അപ്പൊ അദ്ദേഹം പറയാണ് ഇതെല്ലാം വിഗ്രഹാരാധനയാണ്. അപ്പൊ അങ്ങനെ ഈ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നതൊക്കെ ജാതികളുടെ ആചാരമാണ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷെ ജാതികളുടെ ആചാരമാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ യോസഫിന്റെ അസ്ഥികളെ ഇസ്രായേൽ മക്കൾ മൂശായുടെ നേതൃത്വത്തിൽ വഹിച്ചുകൊണ്ട് പോകുന്നത് ഏത് ജാതീയ ആചാരമാണെന്ന് കെ.ഇ. അബ്രഹാം മരിച്ചുപോയ സ്ഥിതിക്ക് അവർക്ക് ആർക്കെങ്കിലും ഇത് ഡിഫെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് പറയാം. കാരണം ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ തങ്ങൾക്ക് സൗകര്യമുള്ള വാക്യങ്ങൾ മാത്രം എടുക്കും. അപ്പൊ അതുകൊണ്ട് ഉത്തമ യൗസേപ്പിന്നസ്തികളെ മൂശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സലരാകും വിശുദ്ധരെ നാം കൊണ്ടാടേണം. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഉത്തമ യൗസേപ്പിന്റെ അസ്ഥികളെ മോശ നബി ബഹുമാനിച്ചതുപോലെ മശിഹായുടെ വത്സലരായിരിക്കുന്ന വിശുദ്ധരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ മിശിഹായ്ക്കടുത്തവരും സ്ലീഹായുമായിരിക്കുന്ന പൗലൂസ് സ്ലീഹായുടെ കത്തിനെ മൂശാ നബി യോസഫിന്റെ അസ്ഥിയെ എങ്ങനെ സൂക്ഷിച്ച് സംരക്ഷിച്ചോ അതുപോലെ
ഈ പൗലൂസ് ശ്ലീഹായുടെ കത്തിനെ ഓർത്തഡോക്സ് സഭ സൂക്ഷിച്ചു. പത്രോസ് ശ്ലീഹായുടെ കത്തിനെ ഓർത്തഡോക്സ് സഭ സൂക്ഷിച്ചു. യൂഹാനോൻ ശ്ലീഹായുടെ കത്തിനെ ഓർത്തഡോക്സ് സഭ സൂക്ഷിച്ചു. എന്തിനു സൂക്ഷിച്ചു? അതാണ് ഓർത്തഡോക്സ്. അപ്പൊ സ്ക്രിപ്ചേഴ്സ്, ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി. നമ്പർ 1, സ്ക്രിപ്ചേഴ്സ്. ഈ തിരുവെഴുത്തുകൾ ആ ഓർത്തഡോക്സിയുടെ സംഭാവനയാണ്. ഇന്നത്തെ പെന്റക്കോസ്തൽ മനോഭാവമായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് തിരുവെഴുത്തുകൾ ലഭിക്കയില്ലായിരുന്നു. നമുക്കൊരിക്കലും തിരുവെഴുത്തുകളെ ലഭിക്കയില്ലായിരുന്നു. ജോസഫ് മൂലം രക്ഷ കൈവന്നോ? ജീമോൻ ജേക്കബ് സാധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ലൈവിൽ ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ ജീമോൻ ജേക്കബിന് മറുചോദ്യം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ജോസഫ് മൂലം രക്ഷ വന്നു. ജീമോൻ ജേക്കബും ഈ ലൈവിൽ ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യുന്ന 141 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്രയും പേര് കേൾക്കുക. ഈ രക്ഷ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം എന്താണ്? ജോസഫ് മൂലമല്ലേ തന്റെ സഹോദരന്മാർക്കും കുടുംബത്തിനും രക്ഷ വന്നത്? രക്ഷയ്ക്ക് പല തലങ്ങളുണ്ട്, പല കാലങ്ങളുണ്ട്. ആ കാലത്തിലെ രക്ഷ യോസഫ് മൂലമാണ് വന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് വായിക്കാം. 50 അധ്യായമല്ലേ ഉള്ളൂ. ജീമോൻ ജേക്കബ് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ബൈബിൾ നന്നായി വായിക്കൂ. യോസഫ് മൂലമാണ് രക്ഷ വന്നത്. അല്ല, അവരെല്ലാം മരിച്ചു പോകത്തില്ലായിരുന്നു. രക്ഷപ്പെടേണ്ടതിനാണ് അവർ മിസ്രൈമിലേക്ക് പോയത്. നിങ്ങളുടെ രക്ഷയ്ക്കായി എന്നെ മുൻകൂട്ടി മിസ്രൈമിലേക്ക് അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹമൊന്നും കണക്കാക്കേണ്ടെന്ന് യോസഫ് പറയുന്ന അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ ചോദ്യം വളരെ ബാലിശവും അല്ലെങ്കിൽ തികച്ചും അപഹാസ്യവുമായ ഒരു ചോദ്യമാണ്. യോസഫ് മൂലം രക്ഷ വന്നോ? സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ചോദിക്കാത്ത ചോദ്യമാണ്. യോസഫ് മൂലം രക്ഷ വന്നു. ആ രക്ഷ യോസഫ് മൂലമാണ് വന്നത്. യോസഫ് ക്രിസ്തുവിന്റെ നിഴലുമാണ്. അതാണ് രക്ഷ. രക്ഷ എന്ന് പറയുന്ന പെന്റക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ഒരു ഉട്ടോപ്യൻ രക്ഷയാണ്. പെന്റക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് രക്ഷ? ഒരിക്കലും വരാൻ സാധ്യത എന്തോ ഒരു സങ്കല്പം. രക്ഷപ്പെട്ടിരിക്കുന്നു പറയുന്നത് ഇപ്പം ജീമോൻ ജേക്കബിന് ഇവിടെ വേണമെങ്കിൽ എഴുതാം. ജീമോൻ ജേക്കബ് രക്ഷിക്കപ്പെട്ടാണോ രക്ഷപ്പെട്ടതാണോ? കർത്താവ് വന്നാൽ എടുക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ഒരറപ്പുമില്ല. 90% കൈവിടപ്പെടുമെന്നുള്ള ചിന്തയിലാണ് പെന്തക്കോസ്തുകാർ നടക്കുന്നത്. യാതൊരു ഗ്യാരണ്ടി ഇല്ല. പെന്തക്കോസ്തുകാരുടെ രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറിയാണ്. നമ്മുടെ കാരുണ്യ ലോട്ടറി എടുത്തിരിക്കുകയാണല്ലോ. അടിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ലോട്ടറി എടുക്കാനുള്ള പരിപാടിയാണ് സ്നാനപ്പെടുക, മുങ്ങുക. സ്നാനപ്പെട്ട് പെന്തക്കോസ്തിന്റെ സഭയ്ക്കകത്ത് കയറി ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ലോട്ടറിയാണ്. 10 ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് ആണെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് 10 ലക്ഷം രൂപയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് അല്ല, ഒരു ലോട്ടറി ടിക്കറ്റ് ആണ് 10 ലക്ഷത്തിന്റെ. അപ്പൊ സ്നാനപ്പെടുന്നതിന് മുമ്പ് ആളുകളോട് പറയും ഇത് 10 ലക്ഷം രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് ആണ്, വരുവീൻ എന്ന് പറയും. പിടിക്കും, മുക്കും. മുങ്ങി പൊങ്ങി കയറി വന്നു കഴിയുമ്പോൾ കൊടുക്കും. മുഖം തോർത്തെല്ലാം വെച്ച് തുടച്ചിട്ട് സൂക്ഷിച്ചു നോക്കും. മനസ്സിലാവും ഇത് 10 ലക്ഷം രൂപയുടെ ബാങ്ക് ഡ്രാഫ്റ്റോ 10 ലക്ഷം രൂപയുടെ നോട്ടോ ഒന്നുമല്ല, 10 ലക്ഷം രൂപയുടെ ഒരു ലോട്ടറിയാണ്. അടിച്ചാൽ അടിച്ചെന്നേ ഉള്ളൂ. അതാണ് പെന്തക്കോസ്തുകാരുടെ രക്ഷ. അത്തരം അബദ്ധം നിറഞ്ഞ, വിഡ്ഢിത്തം നിറഞ്ഞ ദൈവശാസ്ത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഒരു മതത്തിൻ്റെയും. ഇല്ലോജിക്കലാണ്, അടിസ്ഥാനമില്ലാത്ത ഇല്ലോജിക്കലാണ്. ലോജിക്കൽ കൺസിസ്റ്റൻസി, ലോജിക്കലി ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ യുക്തിഭദ്രമല്ലാത്ത, അടിസ്ഥാനരഹിതമായ, അബദ്ധജടിലമായ, വിഡ്ഢിത്തം നിറഞ്ഞ
ഒരു ദൈവശാസ്ത്രം സകല മതങ്ങളും, ഞാൻ 10 ലോകമതങ്ങൾ തലങ്ങും വിലങ്ങും വായിച്ചു നോക്കിയിട്ടുണ്ട്. 10 മതങ്ങൾ, 10 ഉള്ളൂ, 11ാമത്തെ മതമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. 10 മതങ്ങൾ നല്ല സാമാന്യം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും അബദ്ധമുള്ള മതം അല്ലെങ്കിൽ ഏറ്റവും അബദ്ധമുള്ള ദൈവശാസ്ത്രം ഈ പെന്തക്കോസ്റ്റൽ ദൈവശാസ്ത്രമാണ്. ഐ എം സോറി ടു സേ ദാറ്റ്. യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പൊ ഒന്ന്, യോസഫിന്റെ അസ്ഥികളെ മൂശ ബഹുമാനിച്ചതുപോലെ ആ ഒരു പാരമ്പര്യത്തിൽ ഇന്നും വിശുദ്ധന്മാരെ ബഹുമാനിക്കുകയും അവരുടെ ഓർമ്മകളെ കൊണ്ടാടുകയും ചെയ്യുന്ന ആ ഓർത്തഡോക്സിയുടെ ആ പാരമ്പര്യം നമ്മൾ ട്രേസ് ബാക്ക് ചെയ്താൽ സ്ക്രിപ്ചറിനെ അവർ നെഞ്ചേറ്റിയതും ആ സ്ക്രിപ്ചറിനെ അവർ സൂക്ഷിച്ചത് നമുക്ക് കാണാൻ പറ്റും. സോ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി എന്ന് ഞാൻ പറയുമ്പോൾ നമ്പർ 1 സ്ക്രിപ്ചേഴ്സ്, ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി. നമ്പർ 2, രണ്ടാമത്തെ അതിന്റെ ബ്യൂട്ടി, അതിന്റെ ട്രഡീഷൻ, പാരമ്പര്യം. ഇപ്പൊ പാരമ്പര്യം എന്ന് പറയുമ്പോൾ എന്തോ വലിയ പാതകം പോലെയൊക്കെ നമുക്ക് തോന്നും. പാരമ്പര്യം എന്ന് പറയുമ്പോൾ, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്ര മോശമായ കാര്യമല്ല. കാരണം പൗലോസ്ലീഹ തന്നെ എഴുതുന്നത് നിങ്ങൾ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കണം എന്നാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതുമ്പോൾ നിങ്ങൾ വായിക്കുന്നത് പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതാകുന്നു. വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ വായിച്ചാൽ ആ വാക്കിനെ പ്രമാണങ്ങൾ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പ്രമാണങ്ങൾ. നിങ്ങൾ ആ ഭാഗം ഇന്റർലീനിയറിൽ പോയി വായിക്കുക, ഗ്രീക്ക് ലെക്സിക്കൺ പരിശോധിക്കുക. വ്യക്തമായി പാരമ്പര്യം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സോ പാരമ്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തഡോക്സിയുടെ പാരമ്പര്യം അപ്പോസ്തോലിക പാരമ്പര്യമാണ്. അപ്പോസ്തോലിക പാരമ്പര്യം. അപ്പൊ അപ്പോസ്തോലിക പാരമ്പര്യം നോക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ബൈബിൾ എന്ന ആ പരിമിതമായിരിക്കുന്ന രേഖകളിലേക്ക് നോക്കുകയാണ്. സഭയ്ക്ക് കിട്ടിയ കത്തുകൾ സൂക്ഷിച്ചു വെച്ചതാണ് ബൈബിൾ. അത് സഭയുടെ മുഴുവൻ കാര്യങ്ങളും വിവരിക്കുന്ന ഒന്നല്ല. ഇപ്പൊ ഒരാള് ഗൾഫിൽ പോവാ, ഒരു പിതാവ് ഗൾഫിൽ പോവാ. ഗൾഫിൽ പോയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് ഒരു കത്തയച്ചു, 2 കത്തയച്ചു, 3 കത്തയച്ചു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഈ 3 കത്തുകൾ വെച്ച്, അല്ലെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞു, അല്ലെങ്കിൽ 200 കൊല്ലം കഴിഞ്ഞ് നോക്കുക, ഈ 3 കത്തുകൾ കിട്ടി. ഈ 3 കത്തുകളിൽ നിന്ന് ആ വീട് എങ്ങനെയായിരുന്നു എന്ന്, ആ വീട്ടുകാരെങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുകയല്ല. അതേസമയം ആ വീട്ടുകാർ, അവരുടെ മക്കള്, അവരുടെ മക്കളുടെ മക്കള്, അങ്ങനെ വന്നു. ഒരു 6 തലമുറ കഴിഞ്ഞു. ഈ 6 തലമുറയിൽപ്പെട്ട ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അവിടുത്തെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയായിരുന്നു. കാരണം അവർ കേട്ടറിഞ്ഞാണ്, അവരുടെ അപ്പന്മാരിൽ നിന്ന് അപ്പൂപ്പന്മാരിൽ നിന്ന് കേട്ട ആ പാരമ്പര്യത്തിലാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾ 100 കൊല്ലം കഴിയുമ്പോൾ, അല്ലെ 200 കൊല്ലം കഴിയുമ്പോൾ ഈ 3 കത്തുകളുടെ അടിസ്ഥാനത്തിൽ അവരോട് തർക്കിക്കുകയാണ്. ഇതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത്. സഭയുടെ പാരമ്പര്യം സഭ സൂക്ഷിച്ചതാണ്. ഇപ്പൊ ഇവർക്ക് എന്ത് വേണം? ഇവർക്ക് അത് റിട്ടൺ ഫോർമാറ്റിൽ വേണം. റിട്ടൺ ഫോർമാറ്റിൽ. ഈ പഴയ കാലത്ത് അങ്ങനെ എഴുത്തുകൾ വളരെ കുറവായിരുന്നു. റിട്ടൺ ഫോർമാറ്റിൽ ലിഖിത രൂപത്തിലുള്ള കാര്യങ്ങളെക്കാൾ അന്ന് ആളുകൾക്ക് വിശ്വാസം വാമൊഴിയായിരുന്നു. അതായത് ആരെങ്കിലും എഴുതുന്നതിനേക്കാളും അവർക്ക് വിശ്വാസം മുഖാമുഖം കേൾക്കുന്ന വാമൊഴി പാരമ്പര്യത്തിലായിരുന്നു അന്ന് ആളുകൾക്ക് വിശ്വാസം. കാരണം ഒരു കത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് വേണമെങ്കിലും എഴുതാം, കള്ളന്മാരെഴുതാം. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഞാൻ എഴുതി എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടുകൾ എത്ര എണ്ണം ഇവിടെ പ്രചരിപ്പിക്കും. ഇപ്പൊ ഈ അടൂര് ഉള്ള ഒരു സഹോദരനുണ്ട്, അത് ഒരു ഓട്ടോ ഡ്രൈവറാണ്, ഹെവൻ ജോർജ് എന്നാണ് പേര്. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ ഓൺലൈനിൽ മിക്കവാറും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്റെ പേരിൽ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. സ്ക്രീൻഷോട്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ 2 മിനിറ്റ് പോലും വേണ്ട. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ പേരിൽ
നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയെന്നുള്ള മറ്റുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ. കാരണം സ്ക്രീൻഷോട്ട് ജനറേറ്റിംഗ് ആപ്പുകളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ആരുടെ പേരിൽ എന്തും ആരും എഴുതിയെന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് ആക്കാൻ 2 മിനിറ്റ് മതി. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ഒന്നും ഇന്നൊരു തെളിവൊന്നുമല്ല. പക്ഷേ സൈബർ ലിറ്ററസി ഇല്ലാത്ത ആളുകളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പരിജ്ഞാനമില്ല, ഇതിന്റെ സാധ്യതകൾ അറിയത്തില്ല, അങ്ങനെ ആളുകളെ. അപ്പൊ അങ്ങനെ ഈ SNDPയിലെ യൂത്തുകളെയൊക്കെ ഇവർ പ്രകോപിപ്പിച്ചു. വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം, എൻ്റെ പടം വെച്ചിട്ട് ഏതോ ഒരു ഓർത്തഡോക്സ് ബിഷപ്പിന്റെ തലയും ഒക്കെ ആയിട്ട് മോർഫ് ചെയ്തൊക്കെ ഈ ഹെവൻ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ ക്രിസ്തു മിത്രം ഗ്രൂപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കാണും, ഞാനൊരു ബിഷപ്പ് പോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ. എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ച് സന്തോഷിക്കുക. അങ്ങനെ ഒരു ഈ വളരെ സിക്കൻഡ് മൈൻഡ്, രോഗഗ്രസ്തമായ മനസ്സിന്റെ ഉടമയാണ്. അപ്പൊ ഈ രോഗഗ്രസ്തമായിരിക്കുന്ന മനസ്സിൽ നിന്ന് അദ്ദേഹം അങ്ങനത്തെ ഉണ്ട്. ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. കാരണം പൗലോസ്ലീഹ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പരിഹസിക്കപ്പെട്ടാലും മറ്റൊരു ആശ്വാസം വരുമെങ്കിൽ ആശ്വാസം വരട്ടെ, അദ്ദേഹത്തിന്റെ അസുഖം കുറയട്ടെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. അപ്പോൾ വ്യാജ സ്ക്രീൻഷോട്ട് ഇപ്പൊ പെന്റക്കോസ്തുകാർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ 1-ാം നൂറ്റാണ്ടിൽ വ്യാജ കത്തുകൾ എഴുതുന്ന വീരന്മാരുണ്ടായിരുന്നു. വ്യാജ കത്തുകൾ. നിങ്ങൾ ഓർക്കും നുണയാന്നുണ്ട്. ഈ പെന്തക്കോസ്തുകാർ ഇപ്പോഴല്ല പണി തുടങ്ങിയത്, പണ്ടേ ഉണ്ട് അവരുടെ പണി, പണ്ടേ ഉണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം കത്തുകൾ ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ധാരാളം കത്തുകൾ. അപ്പൊ അതുകൊണ്ട് പൗലോസ്ലീഹ ഈ പല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അത് വിശ്വസിക്കരുത്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. പൗലൂസായ എന്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇതു തന്നെ അടയാളം. എന്താ അതിന്റെ അർത്ഥം? പൗലൂസായ എന്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇതു തന്നെ അടയാളം. അന്നൊരു മുദ്ര വെക്കുമായിരുന്നു. ഇത് ഓതന്റിക്കേറ്റഡ്. ഇന്നത്തെ നമ്മൾ സീലില്ലേ, കത്തൊക്കെ അയച്ചിട്ട് സീല് വെക്കും. ആ സീല് വെക്കുന്ന പോലെ അന്ന് ഓരോരുത്തർക്കും മുദ്രയുണ്ടായിരുന്നു. കാരണം വ്യാജക്കത്തുകൾ ധാരാളം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ അടയാളം, അപ്പൊ ഈ അടയാളം സകല ലേഖനത്തിൽ ഇത് തന്നെ അടയാളം എന്ന് പൗലൂസ് എഴുതിയതിന്റെ അർത്ഥം, ഈ അടയാളം ഇല്ലാതെ ഒരു കത്ത് വന്നാൽ അത് നിങ്ങൾ എന്റെ കത്താണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം വ്യാജക്കത്തുകൾ ഇങ്ങനെ ധാരാളം കറങ്ങുന്നുണ്ട്. വ്യാജക്കത്തുകൾ ധാരാളം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇനി അടുത്ത വാക്യം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. ഇനി സഹോദരന്മാരെ, 2 തെസ്സലോനിക്കർ 2:1 മുതൽ വായിക്കുക. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അരുത് അരുത് അരുത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സീലിന്റെ കാര്യം ബൈബിളിൽ ഉണ്ടോന്ന് പോൾ ജേക്കബ് മൽപ്പാൻ. ഉണ്ട്. അതല്ലേ ഞാനിപ്പോ വായിച്ചേ. ഇത് തന്നെ അടയാളം. മനസ്സിലായത്. അപ്പൊ 2 തെസ്സലോനിക്കർ 2:2. അപ്പൊ കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ, കണ്ടോ, ഞങ്ങൾ എഴുതി. അപ്പൊ പൗലൂസിന്റെ ലേഖനമാണെന്ന് പറഞ്ഞ് വ്യാജ ലേഖനങ്ങൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതാരാ? അന്നത്തെ പെന്തക്കോസ്തുകാർ. ഞാൻ ചുമ്മാ ആക്ഷേപം പറയല്ല, തെളിയിക്കാൻ പോവാണ്. കാരണം ഇന്ന് പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നതാ, കർത്താവ് വരാൻ പോണു, ഏത് നിമിഷം വരാം, എപ്പം വേണേലും വരാം, ഉടനെ വരാം, ദാ വരുന്നു, ദാ വടിവാളക്ക് വന്നു. ഈ കർത്താവ് വരുന്നു എന്ന് എത്രയോ ജീവിതങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? അനേക ആളുകളെ നിരുന്മേഷവാന്മാരാക്കിയിട്ടുണ്ട്, നിരുത്സാഹികളാക്കിയിട്ടുണ്ട്, നിരുത്തരവാദികളാക്കിയിട്ടുണ്ട്.
നിരാശരാക്കിയിട്ടുണ്ട്, നിസ്സഹായരാക്കിയിട്ടുണ്ട്, നിശ്ചേഷ്ടരാക്കിയിട്ടുണ്ട്. കാരണം ഈ പെന്റക്കോസ്റ്റൽ പ്രീച്ചിങ് ആണ്. കാരണം ഇവര് പറയും കർത്താവ് വരാൻ പോവാണ്, അപ്പോൾ എല്ലാ ഉന്മേഷവും പോവും. ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോയാൽ തന്നെ കാനഡയ്ക്ക് പോയല്ലോ എന്ന കാര്യത്തിനാണ് നീ കർത്താവ് വരാറായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന കർത്താവ് വരാൻ പോവാ. ഞാൻ അതിന്റെ ഒരു ഏരിയയാണ്. ഞാനും വിചാരിച്ച് കർത്താവ് ഉടനെ വരും, അതുകൊണ്ട് എൻ്റെ ലൈഫിലും പല കാര്യങ്ങളിലും താറുമാറായിട്ട് പോട്ടും. പ്രതീക്ഷിച്ച സമയത്തൊന്നും കർത്താവ് വരത്തില്ല. അപ്പം തെസലോനിക്കയിലും ആ കാലത്ത് ആ പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് പൗലോസ് പറയാം, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കത്തുകളൊക്കെ വരും. അപ്പൊ ആദിമ നൂറ്റാണ്ട് മുതലേ ഈ പേരുടെ പരിപാടി ഇതാണ്, കർത്താവ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുക, അവരെ നിരുന്മേഷവാന്മാരാക്കുക, നിരുത്സാഹികളാക്കുക, നിരുത്തരവാദികളാക്കി മാറ്റുക. ഉത്തരവാദിത്വമില്ല, ഉത്സാഹമില്ല, ഉന്മേഷമില്ല, പദ്ധതികളില്ല. കർത്താവ് എന്നാളിലും വരും, ഉടനെ തീരും, സകലതും തകരും, പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട കാര്യം. ഈ തരത്തിൽ ആളുകളുടെ കർമ്മശേഷിയെ ചോർത്തിക്കളയുകയും അവരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും അടിമത്തത്തിന്റെ ഒരു നുകം അവരുടെ മേൽ വെക്കുകയും അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കുകയും അവരെ അടിമകളാക്കി ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമാന്തര വ്യവസ്ഥ അന്ന് ഉണ്ടായിരുന്നതിനെ എതിരെയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അതേ വ്യവസ്ഥയാണ് ഇന്ന് പെന്റക്കോസ്റ്റ് സഭ എന്ന പേരിൽ നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്. അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നവർ മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇന്നലെ നമ്മൾ 9 നുണയല്ലേ പറഞ്ഞത് പെന്റക്കോസ്റ്റിലെ. 10ാമത്തെ ഒരു നുണ, പ്രത്യക്ഷ നുണ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പ്രത്യക്ഷത സംബന്ധിക്കുന്ന ഒരു നുണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. 9 നുണ ഇവിടെ 10ാമത്തെ നുണ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇവിടെ പറയാണ് ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിൽ. അപ്പൊ കർത്താവ് ഉടനെ വരുന്നു, കർത്താവ് ഉടനെ വരുന്നു, കർത്താവ് ഇതാ വരുന്നു, ഇപ്പം വരുന്നു. അപ്പൊ ഇമ്മിനന്റ് റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ് ജീസസ്, ഏത് നിമിഷവും അപ്രതീക്ഷിതമായി ഠൂന്ന് തലയിലോട്ട് വരുന്ന വിധത്തിൽ കർത്താവ് വരും എന്നുള്ള പഠിപ്പിക്കൽ അത് തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഇമ്മിനന്റ് റിട്ടേൺ. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഈ വ്യാജമുണ്ടാക്കും, വ്യാജരേഖകൾ ചമയ്ക്കും. അത് ഇന്നല്ല, 1-ാം നൂറ്റാണ്ട് തൊട്ട് ചമച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഒടുവിലത്തെ ഏരയാ ഞാനൊക്കെ. അപ്പൊ അത് കാര്യമില്ല. പൗലോസ്ലീഹായ്ക്കും അങ്ങനെ പൗലോസ്ലീഹ എഴുതി എന്ന് പറഞ്ഞൊക്കെ കത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതി എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് പോകും. ഇതൊന്നിലൊന്നും വലിയ അർത്ഥമില്ല. ഇതൊക്കെ ഈ അന്നത്തെ പെന്തക്കോസ്തിന്റെ പൂർവികരാണ് ഈ പരിപാടി ചെയ്തത്. ഇന്ന് അവരത് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പാരമ്പര്യത്തെ കുറിച്ചാണ്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇതിനകത്ത് പ്രമാണങ്ങളെ തർജ്ജമ ചെയ്തിരിക്കുന്നത് പാരമ്പര്യം എന്നാണ് കൃത്യം. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ച ട്രഡിഷൻസ് എന്ന് കാണാം. അപ്പോൾ ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുകയും പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുള്ളൂ. വാക്കിനാലോ. അപ്പൊ കൂടുതലും വാക്കിനാലാണ് കൊടുത്തത്. അതിന്റെ കാരണം നേരിട്ടൊരാൾ വന്നിട്ട് പറയുമ്പം സഭ കൂടിയിരിക്കുന്നു, ഈ ആൾ വന്നിരിക്കുന്നു, നീ ആരാണ്? ഞാൻ സിൽവനാസ്. എവിടുന്ന് വരുന്നു? പൗലൂസിന്റെ അടുത്ത് നിന്ന്. കാരണം പൗലൂസിന്റെ ഒരു സഹചാരിയായിരുന്നു സിൽവനാസ്. അപ്പൊ സിൽവാനോസ് പ്രസംഗിക്കുന്നു. അപ്പൊ സിൽവാനോസിന്റെ പ്രസംഗം കേൾക്കുന്നു, നേരിട്ട് മുഖതാവിൽ കേൾക്കുകയാണ്. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നുമില്ല, മിസ്റെപ്രസെന്റേഷൻ ഇല്ല. അന്ന് എല്ലാവർക്കും എഴുത്ത് കിട്ടുന്നതിലും ഇഷ്ടം ഒരാൾ ചെല്ലുന്നായിരുന്നു. ഇനി അങ്ങ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എഴുത്ത് കിട്ടുന്നതിലും ഇഷ്ടം ആള് നേരിട്ട് ചെല്ലുന്നായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 2ാമത്തെ ലേഖനം എഴുതുമ്പോൾ 12ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. കടലാസിലും മഷിയിലും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. ഇതായിരുന്നു അന്നത്തെ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ എല്ലാ പരിപാടി. മാക്സിമം നേരിട്ട് സംസാരിക്കാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. എഴുതുന്നത് വളരെ അപൂർവമായിരുന്നു. ഇവർ വിചാരിക്കുന്നത് ഇത് മുഴുവൻ അവിടെ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതൽ. ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചാൽ 3ാമത്തെ ലേഖനം, യോഹന്നാന്റെ 3ാം ലേഖനം എഴുതിയപ്പം പലതും ഉണ്ടായിരുന്നെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല.
വേഗത്തിൽ നിന്നെ കാണാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. ഈ മുഖാമുഖമായി സംസാരിക്കുമ്പോൾ ആ മുഖാമുഖമായി സംസാരിക്കപ്പെട്ട കാര്യം ഇവരെന്ത് ചെയ്യും? അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളോട് മുഖാമുഖമായി സംസാരിക്കും. അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും? അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ അതിന്റെ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ അത് സംസാരിക്കും. അത് കഴിയുമ്പം അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളോട് അവർ സംസാരിക്കും. അത് കഴിയുമ്പോഴോ അവർ അടുത്ത തലമുറയിൽപ്പെട്ടവരോട് സംസാരിക്കും. അങ്ങനെ ഓറൽ ട്രഡിഷനിലൂടെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ട് പോകുന്നത്. ഓറൽ ട്രഡിഷൻ. അപ്പൊ റിട്ടൺ ട്രഡിഷനും ഉണ്ട്, ഓറൽ ട്രഡിഷനും ഉണ്ട്. ട്രഡിഷൻ രണ്ടുണ്ട്. അപ്പം ലിഖിത പാരമ്പര്യങ്ങളും വാമൊഴി പാരമ്പര്യങ്ങളുമുണ്ട്. ലിഖിത പാരമ്പര്യങ്ങളും വാമൊഴി പാരമ്പര്യങ്ങളും പരസ്പര വിരുദ്ധങ്ങളല്ല, പരസ്പര പൂരകങ്ങളാണ്. ദേ ആർ നോട്ട് കോൺട്രഡിക്ടറി, ദേ ആർ കോംപ്ലിമെന്ററി. അപ്പം പരസ്പര പൂരകങ്ങളായിരിക്കുന്ന ഈ ലിഖിത പാരമ്പര്യങ്ങളും വാമൊഴി പാരമ്പര്യങ്ങളും അതിന്റെ സങ്കലനമാണ് ഓർത്തഡോക്സി. സോ ദ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി ഈസ് ട്രഡിഷൻ. ബൈബിൾ ഈസ് ദ റിട്ടൺ ഫോം ഓഫ് ട്രഡിഷൻ. ബൈബിൾ ഈസ് റിട്ടൺ ട്രഡിഷൻ ആൻഡ് ട്രഡിഷൻ ഈസ് ആൻ അൺറിട്ടൺ ബൈബിൾ. അപ്പൊ എഴുതപ്പെടാത്ത ബൈബിളിനെ പാരമ്പര്യമെന്നും എഴുതപ്പെട്ട പാരമ്പര്യത്തെ ബൈബിൾ എന്നും നമ്മൾ വിളിക്കും. എഴുതപ്പെടാത്ത ബൈബിളിനെ പാരമ്പര്യമെന്നും എഴുതപ്പെട്ട പാരമ്പര്യത്തെ ബൈബിൾ എന്നും വിളിക്കും. ഇതാണ് ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സിൽ സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞ ട്രഡിഷൻ. അങ്ങനെ ധാരാളം പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളൊന്നും ഒരിക്കലും തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമല്ല. തിരുവെഴുത്തുകൾക്ക് അനുസൃതമായിരിക്കുന്ന തന്നെ പാരമ്പര്യങ്ങളാണ്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് നോക്കിയാൽ ഓർത്തഡോക്സ് ചർച്ച് ഈസ് വെരി റിച്ച് ഇൻ ട്രഡിഷൻസ്. പാരമ്പര്യങ്ങളിൽ സമ്പന്നമാണ്. അപ്പൊ പാരമ്പര്യത്തിന്റെ ആ സമ്പത്തിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 2 പോയിന്റാണ് നമ്മൾ ചിന്തിച്ചത്. 1 സ്ക്രിപ്ചറാണ്, 2 ട്രഡിഷൻ, 3 ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സിയിലെ റിച്വൽസ്, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും. സോ വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സഭയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം പുറത്തുനിന്ന് ഒരാൾ ഒരു ഓർത്തഡോക്സ് വർഷിപ്പിൽ പോയാൽ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കത്തില്ല. ഓർത്തഡോക്സ് സഭയ്ക്കകത്തുള്ളവർക്ക് തന്നെ പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ലെന്ന് പറയും. കാരണം അതുപോലെ റിച്വൽസ് ഉണ്ട്. ഇതെല്ലാം ഒരു പാരമ്പര്യമാണ്. അതും കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം മോശയ്ക്ക് സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഈ ബൈബിളിലെ 50 അധ്യായങ്ങൾ, 50 ഹോൾ ചാപ്റ്റേഴ്സ് സമാഗമന കൂടാരത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. സമാഗമന കൂടാരത്തെ പറ്റി അതെങ്ങനെ ഉണ്ടാക്കണം, അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ വിശദാംശങ്ങളൊക്കെ എഴുതിയിരിക്കുകയാണ്. ഈ റിച്വൽസിന് ഇങ്ങനെ പ്രാധാന്യമില്ലെങ്കിൽ എന്തിനാ അതെല്ലാം എഴുതിയത്? ചെറിയ സൂക്ഷ്മ വിശദാംശങ്ങൾ വരെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കല്ലേ? 50 അധ്യായങ്ങളാണ്, ഹോൾ 50 ചാപ്റ്റേഴ്സ്. അപ്പൊ ബൈബിള് 50 അധ്യായങ്ങൾ ചെലവഴിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? റിച്വൽസിന് വേണ്ടിയാണ്. അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ റിച്വൽസ് അങ്ങനെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരെണ്ണം, ഓർത്തഡോക്സ് സഭയില് ധൂപക്കുറ്റി. അപ്പൊ ആ ധൂപക്കുറ്റിക്ക് 4 ചങ്ങലയുണ്ട്, 4 ചങ്ങല. അപ്പൊ ആ 4 ചങ്ങല വെച്ച് നിങ്ങൾ കാണാം, മത്ബഹാലി അച്ഛൻ ഇങ്ങനെ ഈ ധൂപക്കുറ്റി വാഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ട്, പള്ളിയിൽ പോയി നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിലൊന്ന്, ഒരു ചങ്ങല എടുത്ത് ഇങ്ങോട്ട് പിടിച്ചിട്ട് പിതാവിനെ സ്തുതിക്കുന്നുണ്ട്, പിതാവിന്റെ നാമത്തിൽ അത് വാഴ്ത്തുന്നുണ്ട്. രണ്ടാമത് നോക്കുമ്പം 2 ചങ്ങല ഒരുമിച്ചെടുത്തിട്ട് പുത്രനെ വാഴ്ത്തുക. മൂന്നാമത് 4ാമത്തെ ചങ്ങല എടുത്ത് പരിശുദ്ധാത്മാവിനെ വാഴ്ത്തുക. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ട്രിനിറ്റിയാണ്. അപ്പോൾ ഓർത്തഡോക്സ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രിനിറ്റേറിയൻ വർഷിപ്പാണ്. ആ ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ ധൂപക്കുറ്റിക്ക് 3 ചങ്ങലയെ വരാൻ പാടുള്ളൂ. 3 ചങ്ങലല്ലേ വരണ്ടേ? ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. പക്ഷെ 4 ചങ്ങലയുണ്ട്.
ഒന്നാമത് ഒരു സിംഗിൾ ചങ്ങല എടുക്കും, പക്ഷെ രണ്ടാമത്തേന് രണ്ട് ചങ്ങല എടുത്തിട്ട് കൂട്ടിച്ചേർത്ത് പിടിക്കും. എന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിൽ മനുഷ്യത്വവും ദൈവത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. അപ്പൊ താഴെ നിന്ന് ജനം ആമേൻ ആമേൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വി ബിലീവ് ദിസ് മിയാഫൈസിറ്റിസം എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പിൾ ആക്ഷനിലൂടെ ഒരു ദൈവശാസ്ത്ര സത്യത്തെ പ്രഘോഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ദൈവത്വവും മനുഷ്യത്വവും സംഗമിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും പട്ടക്കാരൻ ധൂപക്കുറ്റി വാഴ്ത്തുമ്പോൾ ആ താഴെ നിൽക്കുന്ന ജനം ആ ധൂപക്കുറ്റിയായിട്ടല്ല കാണേണ്ടത്, അത് ഈ ഉപദേശമാണ്, ഈ ഡോക്ട്രിനാണ്. അപ്പോൾ ഓരോ ഉപദേശവും ദൃശ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഓർത്തഡോക്സ് സഭയ്ക്കകത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ മദ്ബഹായിൽ കാണുന്ന ഓരോന്നും, അവിടെ ചെയ്യുന്ന ഓരോ ചലനങ്ങളും ഓരോ കർമ്മങ്ങളും ഓരോ ഉപദേശമാണ്. അല്ല ചുമ്മാ ഇരുന്ന് ഓരോന്ന് കാണിക്കല്ല, അതെല്ലാം ദൈവശാസ്ത്ര സത്യങ്ങളെ ഉൾക്കൊള്ളുകയാണ്. അപ്പൊ ആ ധൂപക്കുറ്റിയെ കാണുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അത് കഴിയുമ്പോൾ ക്രിസ്റ്റോളജി, ആ ക്രിസ്റ്റോളജിയാണ് ഈ രണ്ട് ചങ്ങല ഒരുമിച്ച് പിടിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് അവനിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ഐ ബിലീവ് ഇൻ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അതാണ് ഈ റിച്വൽസിന്റെ പ്രാധാന്യം. ഇത് ചുമ്മാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതല്ല. ഇപ്പൊ റിച്വൽസിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി, റിച്വൽസിന്റെ പ്രാധാന്യം വെരി ബ്യൂട്ടിഫുൾ. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി എന്നത് ലിസ്റ്റ് ചെയ്യുമ്പോൾ നാലാമത് പറയേണ്ട ഒരു കാര്യം അപ്പോസ്തോലിക് സക്സഷൻ. അപ്പോസ്തോലിക് സക്സഷൻ ഇന്ന് പല ഓർത്തഡോക്സുകാർ തന്നെ അതിനെ നിഷേധിക്കുന്നു. കാരണം പലരും എന്നോട് ഇങ്ങനെ ഈ ചാറ്റൊക്കെ ചെയ്യുമ്പോൾ വന്ന് വെച്ച് പറയാറുണ്ട്, സംശയം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ സംശയം കൂടാതെ അപ്പോസ്തലന്മാരിൽ നിന്നുള്ള സക്സഷൻ ഓർത്തഡോക്സിക്കുണ്ട്, അൺബ്രോക്കൺ സക്സഷൻ. കാരണം ഓരോ ബിഷപ്പിനോട് ചോദിച്ചാലും ആ ബിഷപ്പിനെ വാഴിച്ചത് ആരാണെന്ന് ആ ബിഷപ്പിന് വ്യക്തമായി പറയാൻ പറ്റും. എന്നെ വാഴിച്ചത് ഇന്ന ആളാണ്, ഇന്ന ആളിൽ നിന്നാണ് ഞാൻ പട്ടം സ്വീകരിച്ചത്. അത് കൃത്യമായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ആ പിതാവിനോട് ചോദിച്ചാൽ ആ പിതാവ് പറയും എന്നെ വാഴിച്ചത് ഇന്ന ആളാണ്, അല്ല എനിക്ക് കഴിവ് കിട്ടി ഇന്ന ആളിൽ നിന്നാണ്. അടുത്ത ആൾ പറയും എനിക്ക് കഴിവ് കിട്ടി ഇന്ന ആളിൽ നിന്നാണ്. പുറകോട്ട് പറഞ്ഞ് അങ്ങനെ ട്രേസ് ബാക്ക് ചെയ്ത് ഇങ്ങനെ പോയി അപ്പോസ്തലന്മാരിൽ വരെ എത്തത്തക്ക വിധത്തിൽ ഉള്ള ഒരു പാരമ്പര്യ ശ്രേണിയും. ദാറ്റ് ഈസ് നോൺ ആസ് അപ്പോസ്തോലിക് സക്സഷൻ. അപ്പൊ അപ്പോസ്തോലിക പിന്തുടർച്ച, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി. ഓർത്തഡോക്സിയുടെ സൗന്ദര്യമാണ് അപ്പോസ്തോലിക പിന്തുടർച്ച. ഇപ്പൊ 4 ഞാൻ പറഞ്ഞു. അഞ്ചാമത്തെ വിനു ജോസഫ് തീർച്ചയായും പറയും. കാര്യം എബ്രായ ലേഖനത്തിലുണ്ട്, ആരും ആ സ്ഥാനം സ്വയമായി എടുക്കുന്നില്ല. വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ആരും ആ സ്ഥാനം സ്വയമായി എടുക്കുന്നില്ല. സ്വയമായി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, ഒരു ബിഷപ്പ് ഇങ്ങനെ ചെന്ന് ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ പോയി. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണെന്നോ ആ ഒരു കുഴപ്പക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു ബിഷപ്പ് ഇങ്ങനെ ഹിന്ദു ക്ഷേത്രത്തിൽ ചെന്ന് അതിന്റെ മുറ്റത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും എന്തോ ഒരു നേർച്ച ഒരു കാണിക്ക ഇടുകയും ചെയ്തു. അത് ഭയങ്കര വൈറലാണ്. എനിക്ക് തന്നെ ഒത്തിരി പേര് അയച്ചത്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ഒരാൾ പോകുന്നത് അത് അയാളുടെ സ്വാതന്ത്ര്യം, നമ്മളതിനെ വിമർശിക്കേണ്ട ആവശ്യമൊന്നും. പിന്നീട് ആളുകൾ അതിൽ അന്വേഷിച്ചു, എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഒരു ബിഷപ്പല്ല, അയാൾ സ്വയമായി ബിഷപ്പായതാണ്. ആർക്ക് വേണമെങ്കിലും ബിഷപ്പാണ്. ഇപ്പൊ മീൻ വിൽക്കാൻ പോകുന്ന ഒരാള്, മത്തി വിൽക്കാൻ പോകുന്ന ഒരാള്, അയാൾക്ക് തോന്നുകയാണ് ഇപ്പൊ രാവിലെ മത്തി വിൽക്കാൻ പോകുമ്പോൾ തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു നീളം കുപ്പായം. ഈ അറബിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ഇത്തിരി കുപ്പായം ഇടുന്നു, സാധാരണക്കാരും ഒക്കെ. ഞാൻ ഈ ഒമാനി പോയപ്പോൾ അവിടെ ഒത്തിരി മീൻ കിട്ടുന്ന സ്ഥലം ഒമാനി, നിങ്ങളൊക്കെ പോയിട്ടുള്ളവർക്കറിയാം.
അവിടെ മീൻപിടുത്തമാണ് അവിടുത്തെ ഒരു മുഖ്യ തൊഴിൽ. അവിടെ ഈ മീൻ കച്ചവടത്തിന് മീൻ മാർക്കറ്റിലെല്ലാം ചെന്ന് എല്ലാവരും നമ്മുടെ ഈ അച്ഛന്മാരുടെ അകത്തൊരു ലോഹയിട്ടാണ് നിൽക്കുന്നത്, വെള്ളക്കുപ്പായിട്ട്. അതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സിയുടെ ബ്യൂട്ടി കറുത്ത കുപ്പായം, വെള്ളക്കുപ്പായല്ല, കറുത്ത കുപ്പായം. വെളുത്ത കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അറബികളൊക്കെ ഇടുന്ന കന്തൂറയാണ്. ഇപ്പൊ ട്രൂ ഓർത്തഡോക്സ് കീപ്പ് ചെയ്യുന്ന ഒരു കറുത്ത കുപ്പായം. ഞാൻ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. വെളുത്തുപ്പായിട്ട് ഞാൻ അറബികളെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സാധനം. അപ്പൊ അവിടെ ഈ ഒമാൻ മാർക്കറ്റിൽ ചെന്ന് കഴിയുമ്പോഴേക്ക് ഈ കുപ്പായം ഇട്ട് ഇങ്ങനെ മീൻ വിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മീൻ വിൽക്കുന്ന ഒരാൾക്ക് വേണേൽ ആ കുപ്പായിട്ട് നടക്കാം. നമ്മുടെ രാജ്യത്ത് ഒരു കേസും വരത്തില്ല. അപ്പൊ അതുപോലെ ഒരാൾക്ക് തോന്നി ഒരു വെള്ള കുപ്പായം ഇടണമെന്നും ഒരു ചുവന്ന കളറിലെ ഒരു അരപ്പട്ട കെട്ടണമെന്ന് തോന്നി, അയാൾ ആ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ കാണുന്നവർ വിചാരിക്കുന്നു ഇദ്ദേഹം ഒരു കാത്തോലിക് ബിഷപ്പാണ്. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ലല്ലോ, അദ്ദേഹം ഇഷ്ടമുള്ളൊരു വേഷം കിട്ടിയെന്നു. അത് കഴിഞ്ഞപ്പോൾ അയാൾ അമ്പലത്തിൽ പോകണമെന്ന് തോന്നി, അയാൾ അമ്പലത്തിൽ പോയി. അപ്പൊ അയാൾ ആ സ്ഥാനം സ്വയമായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ആർക്ക് വേണേലും അങ്ങനെ ബിഷപ്പ് ആകാം. പക്ഷെ എബ്രായ ലേഖനം പറയുന്നു ആരും സ്വയമായി ആ സ്ഥാനം എടുക്കുന്നില്ല, സ്വയമായി ആ സ്ഥാനം എടുക്കുന്നില്ല. സ്വയമായിട്ടല്ല എടുക്കേണ്ടത്. ഇപ്പൊ ഒരു യഥാർത്ഥ ബിഷപ്പിനെ സംബന്ധിച്ച് ആ ബിഷപ്പിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്ത ആരാന്നും ആ പട്ടം കിട്ടത് എവിടുന്നാന്നും ആ കൈവപ്പ് കിട്ടത് എവിടുന്നാന്നും ആരിൽ നിന്നാണെന്നും വ്യക്തമായിട്ട് പറയും. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും തനിക്ക് എവിടുന്നാ കിട്ടിയെന്ന്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം പറയും. അങ്ങനെ ഇത് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോസ്തലന്മാർ വരെ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു പാരമ്പര്യത്തിന്റെ ഇങ്ങേ തലക്കലെ ഒരു കണ്ണിയായിട്ടാണ് ഓരോ ബിഷപ്പുമാരും നിൽക്കുന്നത്. അത് അപ്പോസ്തോലിക് സക്സഷൻ ഉള്ള ബിഷപ്പുമാർ. അതിനെയാണ് അപ്പോസ്തോലിക് സക്സഷൻ എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സ്. അതാണ് ഓർത്തഡോക്സിയുടെ ഒരു സൗന്ദര്യം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സ്ക്രിപ്ചർ പറഞ്ഞു, രണ്ട് ട്രഡീഷൻസ് പറഞ്ഞു, പിന്നെ റിച്വൽസ് പറഞ്ഞു, അപ്പോസ്തോലിക് സക്സഷൻ പറഞ്ഞു. ഇനി പറഞ്ഞാണ് ലിറ്റർജി. ലിറ്റർജിയാണ് ഓർത്തഡോക്സ് ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സിയിൽ അതിന്റെ പിന്നക്കിളായിട്ട് നിൽക്കുന്നു. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഓർത്തഡോക്സ് ബ്യൂട്ടിയുടെ, ഓർത്തഡോക്സ് ലിറ്റർജിയുടെ സൗന്ദര്യം. കൃപയുടെ കടലിൽ നോക്കുന്നേൻ എൻ കടമേറി പാപം പെരുതായി നിൻ സോപ്പായന്മേ പൂശി എന്മിഴി നീരാൽ വെണ്മയിഴാൻ കേഴുന്നേ നിൻ ജനക സ്നേഹത്താൽ എൻ വൈരികൾ മോദി അനുതാപമേഴും പാതകയിൽ ദൂതസമൂഹം മോദിച്ചോദട്ടെ പശ്ചാത്താപമിയെന്നോരേ രാപ്പകൽ വാതിൽ തുറന്നേറ്റും ഹാലേലുയ്യ നാഥൻ വാഴ്വുടയോ പാർക്കുമോ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറ്റർജി വേറെ എങ്ങും നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രാർത്ഥനകൾ എത്ര തരമാണ്. നിങ്ങൾ ഈ ഒരു ഓർത്തഡോക്സ് ബുക്ക് മേടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണേൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറെ പ്രാർത്ഥനകൾ യാമോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. അത് ആൻഡ്രോയിഡിൽ യാമോ ആപ്പിനകത്ത് ഒരുപാട് പ്രേയേഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പൊ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രേയേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോലോകൾ, കുക്കിലിയോനുകൾ, എനിയോനോകൾ, എത്രോകൾ, സെതറാകൾ, പ്രുമിയോനുകൾ, ലുത്തിനിയാകൾ, ഇങ്ങനെ ധാരാളം വെറൈറ്റി ഓഫ് പ്രേയേഴ്സ് ഉണ്ട്. പാട്ടുകളാണെങ്കിൽ തന്നെ പല രീതിയിലുള്ള പാട്ടുകൾ. ആ പാട്ടുകൾക്കെല്ലാം പല ഈണങ്ങളിൽ തന്നെ ആ പാട്ടുകൾ പാടാൻ പറ്റുന്നു. നിറങ്ങൾ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ലിറ്റർജി അത് തിയോളജിക്കലി സൗണ്ടാണ്, സ്ക്രിപ്ചറിൽ റൂട്ടഡ് ആണ്.
ഇപ്പൊ തിരുവെഴുത്തുകളിൽ വേരൂന്നിയതും ദൈവശാസ്ത്രപരമായി സമ്പന്നമായതും ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നതും ഒക്കെയായ ഒരു ലിറ്റർജി ഉണ്ട്. ആ ലിറ്റർജിയാണ് ഓർത്തഡോക്സിയുടെ ബ്യൂട്ടിയിൽ ഒന്ന്. നമ്മൾ പല ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ കേൾക്കുന്നത് നിങ്ങൾക്കും അറിയാം. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അതിപ്പോ ഒരാള് ചുമ്മാ ഇരുന്നിട്ട് എന്നാ ഒരു പാട്ടങ്ങ് എഴുതിയേക്കാം എന്ന് പറഞ്ഞിരുന്ന് പാട്ട് എഴുതാൻ, അവര് പ്രാർത്ഥനയുടെ മൂശയിലൂടെ കടന്നുപോയ സമയത്ത് ദൈവത്തെ മുഖാമുഖം കണ്ടൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് പല ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് ഉൾക്കൊണ്ടുപോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ആ സമയത്ത് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല, കരഞ്ഞു. ഇപ്പൊ ഓർത്തഡോക്സിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നതാണ് ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമ്പോൾ കരഞ്ഞു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കരയുന്നു. എന്തുകൊണ്ടാണ് കരയുന്നത്? വൈകാരികമായ ഒരു കാര്യം അതിനകത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആ പ്രാർത്ഥനയ്ക്കകത്ത് വൈകാരികമായ ഒരു ട്രിക്ക്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് വൈകാരികമായിട്ട് ആളുകളെ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സംഗീതത്തിൽ ഈ മലയാളത്തിൽ ആളുകളെ കൂടുതൽ വികാരഭരിതരാക്കുന്ന ഒരു വരിയാണ് ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എന്നാൽ ഞാൻ ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം യഹോവ സഹായിച്ചു, അല്ലെ നടത്തിയ വിധങ്ങളോർത്താൽ. അപ്പൊ ആ വിധം നടത്തി ആ തരത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് എൻ്റെ ഒരു പുസ്തകമുണ്ട്, 2500 പാട്ടുണ്ട്, പെന്തക്കോസ്തൽ പാട്ട് പുസ്തകം. അപ്പൊ അതിനകത്ത് ഞാനിരുന്ന് ഇവിടെ ഇരുന്നു കണ്ടോ, കഴിഞ്ഞ ദിവസം തമാശ പറയുന്നത് ഇതല്ലേ, ആ 2220 പാട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പൊ ഈ 2220 പാട്ടിനകത്തൂടെ ഞാൻ പോയി കഴിഞ്ഞപ്പോ കണ്ടോ, നന്ദിയാലെ പാടുന്നു, എന്നെ നടത്തിയല്ലോ, ഇത്രത്തോളം സഹായിച്ചല്ലോ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇന്നയോളം എന്നെ നടത്തി. പിന്നെയുണ്ട് അങ്ങനെ കുറെ എണ്ണമുണ്ട്. ഏകദേശം 40-ലധികം പാട്ടുകൾ ഞാൻ എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എന്നെ നടത്തി എന്നുള്ളതാണ്. എന്നെ നടത്തി, എന്നെ പുലർത്തി, എന്നെ ഇത്രയും കൊണ്ടുവന്നല്ലോ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവന്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നടന്നു പോകുന്ന നാളുകളെ ഓർക്കുമ്പോൾ, കടന്നു പോകുന്ന ആളുകളെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മരണത്തിൻ കരിനിഴൽ വീശാതെ തന്നെ കാത്തല്ലോ, കരുതിയല്ലോ. അപ്പൊ ഇവന്റെ ആ ഭൂതകാല ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുക. അപ്പൊ ഒരു വൈകാരികമായിട്ട് അപ്പൊ ഇവന് സ്വാനുതാപം എന്ന് പറയും, സെൽഫ് പിറ്റി. ഈ സ്വാനുതാപം ഉണർന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം, കാരണം അവന്റെ പഴയ കാലം വികാരത്തെ ചൂഷണം ചെയ്യുക. അതൊരു ക്രിസ്തീയ സംഗീതമല്ല, അതൊരു ട്രൂ വർഷിപ്പ് ഒന്നുമല്ല. അപ്പൊ ഈ ഓർത്തഡോക്സ് ലിറ്റർജിയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ട്രിക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് എന്നെ ഇങ്ങനെ നടത്തിയല്ലോ, എന്നെ രക്ഷിച്ചല്ലോ, അങ്ങനെയല്ല. മുഴുവൻ ദൈവത്തെയാണ്, ദൈവ കേന്ദ്രീകൃതമാണ്, തിയോസെൻട്രിക് ലിറ്റർജിയാണ്. മറ്റേ ഈ നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ പാട്ടുകളെല്ലാം ആന്ത്രോപോസെൻട്രിക് ആണ്, മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ വൈകാരിക വിഷയങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇത്ര സഹായിച്ചു, അങ്ങനെ ആ ഒരു രീതി വരുമ്പോഴേക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഈ തിയോസെൻട്രിക് ലിറ്റർജി നിങ്ങൾ ഹൃദയപൂർവ്വം സമർപ്പിക്കും നിങ്ങൾക്ക് അറിയുന്നത്? എന്തുകൊണ്ടാണ് കണ്ണുനീരൊഴുകുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ആ പ്രാർത്ഥന എഴുതിയ പിതാക്കന്മാരിലേക്ക് പോവുക. അവർ അനുഭവിച്ച ആ ദൈവസാന്നിധ്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതൊരു മിസ്റ്ററിയാണ്. അതാണ് ഓർത്തഡോക്സിയുടെ സ്ട്രെങ്ത്, അതാണ് ഓർത്തഡോക്സിയുടെ സീക്രട്ട്, അതാണ് മിസ്റ്ററി ബിഹൈൻഡ് ദ ലിറ്റർജി ഓഫ് ഓർത്തഡോക്സ് ചർച്ച്. അപ്പൊ ഓർത്തഡോക്സ് ലിറ്റർജിയുടെ പുറകിൽ ഒരു വലിയ മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സോളിനെ എല്ലാം കണക്ട് ചെയ്യുന്ന. ഇപ്പം നമ്മള് മാർ അപ്രേമിന്റെ ഒരു മിമ്ര ഉണ്ട്. ആ ഒരു മിമ്ര നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ അപ്രേം അത് എഴുതിയ സമയത്ത് അനുഭവിച്ച അതേ ആത്മവ്യാപാരമാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ മിസ്റ്ററി. അതുകൊണ്ടാണ് പിതാക്കന്മാരെ നമ്മൾ അതുപോലെ ഓർക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന തീരുമ്പോൾ ധൂവപ്രാർത്ഥന വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര
ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും, ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയും. അത് മിസ്റ്ററിയാണ്, അതൊരു മിസ്റ്ററിയാണ്. സാദരമെത്തും നിൻ ഭവനേ, നേർച്ച നിനക്കു കഴിക്കും ഞാൻ. ഹല്ലേലൂയ. അൻപും മുക്തിയുമന്തിയിലർത്തിപ്പാൻ നാഥാ വന്നു ഞങ്ങളിതാ നിൻ ഭവനത്തിൽ. നിന്നെ പുലരിയിലും പ്രണമിക്കും ഞങ്ങൾ. പാപികളെ പാപത്തിനും രക്ഷിപ്പോ നീ. ബാറക്കുമോ മെൻ ഓലം പാദാമുൽ ഓലം മുൽമീനാമീ. സ്തുതിയുണമുള്ളോനേ, സേവിതനേ, നീ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോനാ. ആഴത്തി നടിയാ നിന്നെ വിളിക്കുന്നു. യോനായിക്കെന്നതുപോൽ ഞങ്ങൾ ഉത്തരമരുളാൻ. പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിനു മാതാവായൊരു ധന്യചരിത്രേ. ഈ ഓർത്തഡോക്സ് ലിറ്ററേച്ചറിയുടെ മറ്റൊരു ബ്യൂട്ടിയാണ്, അതിൽ മുഴുവൻ ദൈവശാസ്ത്രവും സന്നിവേശിപ്പിച്ചിരിക്കുന്നു, തിരുവെഴുത്തുകളെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അതുകൂടാതെ ക്രിസ്ത്യൻ ചർച്ചിലെ അപ്പോസ്തലന്മാരായാലും വിശുദ്ധന്മാരായാലും അതുപോലെ സഭാപിതാക്കന്മാരായാലും അവരെല്ലാം അനുസ്മരിക്കുന്നു. അവരെല്ലാം ഈ ലിറ്റർജിയിൽ കടന്നു വരുന്നു. അപ്പൊ ഇതിൽ വരാത്തൊന്നുമില്ല, ഇത് ഉൾക്കൊള്ളാത്തൊന്നുമില്ല. സകലതിനെയും ഉൾക്കൊള്ളുന്ന ലിറ്റർജി, ലിറ്റർജിക്കൽ തിയോളജി. ഇപ്പോൾ ഒരു ലിറ്റർജിക്കൽ തിയോളജി തന്നെയുണ്ട്. ആ ദൈവശാസ്ത്രം ആ ലിറ്റർജിയിലാണ് ഉള്ളടക്കം ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടി. ഇപ്പൊ സുറിയാനിക്കാരെ സംബന്ധിച്ച് പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്നോട് ഈ സുറിയാനിക്കാരുടെ ഇടയിൽ താമസിക്കുന്ന ഒരു പട്ടക്കാരൻ പറഞ്ഞാണ്, അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം പറയാണ്, ഇവരെ സംബന്ധിച്ച് സുറിയാനി സഭയെ സംബന്ധിച്ച് സുറിയാനി പാരമ്പര്യത്തെ പറ്റി അദ്ദേഹം പറയാണ്, വേദപുസ്തകം വേണേ ഇവർ തിരുത്തും. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം തിരുത്തുമെന്നല്ല കേട്ടോ, അതൊരു ഇതായിട്ട് പറയുന്നത്. അതായത് അമ്മ മറന്നാലും മറക്കുകയല്ലെന്ന് പറയുന്ന രീതി പറയാം. വേദപുസ്തകം ഒരാൾ തിരുത്തിയാലും ചിലപ്പോൾ ഇവർ സഹിച്ചു നിന്നിരിക്കും, പക്ഷേ ലിറ്റർജി ഇവർ തിരുത്തത്തേ ഇല്ല. അത്രമാത്രം അവർ ആ ലിറ്റർജിയെ സൂക്ഷിക്കും. ഇപ്പൊ പല ആളുകൾക്കും ഈ ലിറ്റർജിയിൽ പറയുമ്പോൾ അതൊരു പാട്ടല്ലേ, കാരണം ഈ പെന്തക്കോസ്തൽ പാട്ടുകൾ പോലെ ഒരു പാട്ടാന്നാണ് ചിന്ത. ഒരു പാട്ടിനകത്ത് അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകൾ പറയുന്നേക്കാം. അപ്പം അതൊരു പാട്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ല. ഓർത്തഡോക്സ് ലിറ്റർജി അത് കേവലം പാട്ടല്ല, അത് ആ സഭ അതിന് യഥാർത്ഥ ഓർത്തഡോക്സി അറിയാവുന്ന അതിന് ആ മൂല്യം കൊടുക്കുന്നു. അവരതിനെ ചെറിഷ് ചെയ്യുന്നുണ്ട്, അവരതിനെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം പിതാക്കന്മാരുടെ എഴുത്തുകളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു പോയിന്റ് ഇവിടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാണ്. ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സിൽ ഏറ്റവും വലിയ ഒന്നാണ് ഫ്രീഡം. ഫ്രീഡം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ദൈവശാസ്ത്രം, നിർവചിക്കപ്പെട്ട ദൈവശാസ്ത്രം, അപ്പോഫാറ്റിക് തിയോളജി വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. കാറ്റോഫാറ്റിക് തിയോളജി അത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ വ്യക്തമായി നിർവചിക്കപ്പെടാത്ത ഈ മിസ്റ്റിക് തലത്തിൽ അപ്പോഫാറ്റിക് തിയോളജി ഉണ്ട്. ഈ അപ്പോഫാറ്റിക് ദൈവശാസ്ത്രത്തിന് അല്ലെങ്കിൽ അപ്പോഫാറ്റിക് അപ്രോച്ചിന് വലിയൊരു പ്രാധാന്യം ഓർത്തഡോക്സിയിലുണ്ട്. ഓർത്തഡോക്സിയിലാണ് അത് അപ്പോഫാറ്റിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട a+b² എന്നുപോലെ നിർവചിക്കപ്പെട്ടു വെച്ചിരിക്കില്ല. അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. പിതാക്കന്മാരുടെ എഴുത്തുകളെല്ലാം അവർ ശേഖരിച്ചിരിക്കുന്നു, അവർ സംഗ്രഹിച്ചിരിക്കുന്നു, അവർ അതിനെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നു. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്ന എഴുത്തുകളെ പോലും സൂക്ഷിക്കുന്നു. വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന ദൈവദർശനങ്ങൾ, വിശ്വവീക്ഷണങ്ങൾ
വേൾഡ് വ്യൂസ്. പക്ഷെ ഇതെല്ലാം ഓർത്തഡോക്സിയുടെ ബ്യൂട്ടിയാണ്. അതിനെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം ഉൾക്കൊള്ളുകയാണ്. ഇപ്പൊ നോഹയുടെ പെട്ടകം പോലെ സഭ. അപ്പൊ അതിനകത്ത് ഏതെല്ലാം ജീവികളുള്ളത്? ഏതെല്ലാം പലതരത്തിലുള്ള ജീവികളാണ്. നോഹയുടെ പെട്ടകത്തിന്റെ ഒരു ബ്യൂട്ടിയാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകൾ, ബഹുസ്വരതകൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിതാക്കന്മാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പിതാക്കന്മാരുടെ എഴുത്തുകൾ പഠിച്ചാൽ, പിതാക്കന്മാരെ പഠിച്ചാൽ, ഓരോ പിതാക്കന്മാരിലും വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്തതകൾ കാണാൻ പറ്റും അവരുടെ. പക്ഷെ അടിസ്ഥാന ഉപദേശങ്ങളിൽ മാറ്റമില്ല. അടിസ്ഥാന ഉപദേശം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ അടിസ്ഥാന ഉപദേശമാണ് നമുക്ക് നിക്ക വിശ്വാസ പ്രമാണമുണ്ട്. സർവശക്തിയുള്ള പിതാവായ ദൈവത്തിലും ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിലും ആ പരിശുദ്ധ റൂഹായിലും കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിലും മാമോദിസായിലും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിലും വിശ്വസിക്കുന്നു. അത് അടിസ്ഥാനപരമായ ദൈവശാസ്ത്രമാണ്. എന്നാൽ അതിന് അപ്പുറത്ത് ഓരോ പിതാക്കന്മാർക്കുമുള്ള ആ ദൈവാനുഭവങ്ങളും അവരുടെ ആ അപ്പോഫാറ്റിക് വീക്ഷണങ്ങളും എല്ലാത്തിനെയും ഉൾക്കൊള്ളും. ഓൾ ഇൻക്ലൂസീവ്. മനുഷ്യനെ മാത്രമല്ല, ആശയങ്ങളെയും. പക്ഷെ ഒരു കാരണവശാലും ഹെരസികളെ സഹിക്കത്തില്ല. അത് അടുത്ത ഒരു പ്രത്യേകതയാണ്. ഇത് ഓൾ ഇൻക്ലൂസീവ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു കയറ്റിയെന്നതിന് അർത്ഥമില്ല. ഹെരസികളോട് ഒരു സന്ധിയുമില്ലാതെ സമരം ചെയ്തിട്ടുണ്ട്. 80 ഹെരസികളെയാണ് ഈ സഭ നേരിട്ടത്. 80 ഹെരസീസ്. 80 ഹെരസികളെ നേരിടുകയും ആ ഹെരസികളെ ദൂരീകരിക്കുകയും ചെയ്തു. ആ ഹെരസികൾക്കെതിരെ പോരാടുമ്പോൾ ഈ സഭയുടെ അനേക പിതാക്കന്മാർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആ ഹെരസികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തി. ഹെരസീസ്. ഇപ്പൊ ഹെരസികളെ ഒന്നും ഉൾക്കൊള്ളുന്നില്ല, എന്റർടൈൻ ചെയ്യുന്നില്ല, അതിനെ ഒരിക്കലും അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഒരിക്കലും ഹെരസി അല്ല. അത് മറ്റൊന്നാണ്. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ കാണുന്നതും മനുഷ്യനെ കാണുന്നതുമായ വ്യത്യസ്ത വീക്ഷണകോണുകളാണ്. അതൊരിക്കലും അടിസ്ഥാന ദൈവശാസ്ത്രത്തിന് വിരുദ്ധമല്ല. അതൊരിക്കലും ഹെരസിയല്ല. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് സ്ക്രിപ്ചർ, പിന്നെ ട്രഡിഷൻ, അപ്പോസ്തോലിക് സക്സഷൻ, റിച്വൽസ്, ലിറ്റർജി ആൻഡ് ഇറ്റ്സ് ഫ്രീഡം. ദാറ്റ്സ് ഇറ്റ്. അതാണ് ബ്യൂട്ടി ഓഫ് ഓർത്തഡോക്സി. ഷൂപാഷ, ഞാൻ അയച്ചു തന്ന വാക്യങ്ങൾ ക്രോഡീകരിച്ച് പഠിക്കുക. വേറെയും ധാരാളം തെളിവുകൾ തരാം. എന്തിനാണ് സവാല? എന്ത് തെളിവാണ്? എന്തിനാണ് തെളിവ് വേണ്ടത്? എന്ത് തെളിവാണ് താങ്കൾ തന്നത്? എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ല പ്രദീപ് ആന്റണി അയച്ചു തന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണോ? മനോരമ പത്രം വായിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ് മനോരമ പത്രം നോക്കുക. നമ്മൾ നിര്യാതരായ കോളത്തിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്ന് മനസ്സിലായാൽ എഴുന്നേറ്റ് അന്നത്തെ കാര്യങ്ങൾക്ക് പോവുക. കാരണം വി ആർ സ്റ്റിൽ അലൈവ്. അതാണ് ഒരു ശരാശരി മലയാളി ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.